എല്ലാവർക്കും നമസ്കാരം, എല്ലാവർക്കും ഒരു ഹായ്. അപ്പൊ എല്ലാവർക്കും ഒരു ഹായ്. ആരാണ് സംസാരിക്കുന്നത്? പേരെന്താണ്? ഞാൻ സംസാരിക്കുന്നത്, എന്റെ പേര് ChatGPT ആണ്. ഓക്കെ. അപ്പൊ ഇന്നത്തെ പരിപാടി എന്താ കഴിഞ്ഞാ, ChatGPT ഈ അരി വെന്തോന്ന് എങ്ങനെ അറിയാം ഒന്ന് പറഞ്ഞു തരൂ. முதல்ல என் முன்னாடி வந்து இப்படி கேக்குறதே தப்பு. ChatGPT ആണ്. അതെനിക്ക് മനസ്സിലായി. ഈ അരി വെന്തോ എന്നെങ്ങനെ മനസ്സിലാക്കാം ഒന്ന് പറഞ്ഞു താ. അയ്യോ, ഞാൻ വിശദീകരിച്ചു തരാം. ഞാൻ എന്തുവാ പറഞ്ഞത്, ഇതെന്തുവാ പറയുന്നത് കേട്ടോ? ഞാൻ പറഞ്ഞ മനസ്സിലായില്ലേ? അരി വെന്തോ, അരി എങ്ങനെ വേവുന്നു, അതിനെ കുറിച്ച് പറയുക. അത് നിനക്കറിയാമോ ഇല്ലയോ അറിയണം. മനസ്സിലായി. അപ്പോൾ നീ ചോദിക്കുന്നത് ഒരു വാചകം തുടങ്ങാമോ എന്ന്. തുടങ്ങാം. ஐயா நீங்க என்னென்னமோ பேசுறீங்க, எனக்கு ஒரே குழப்பமா இருக்கியா. ഞാൻ പറയാം. ഞാൻ ഓഫീസിൽ നേരത്തെ എത്തി. നീ ഓഫീസിൽ നേരത്തെ എത്തി, എന്നിട്ട് മേലോട്ട് വായും പൊളിച്ചോണ്ടിരുന്നു. നിർത്തിക്കോളാം അവിടെ, ഞാൻ നോക്കിക്കോളാം. ശരി, നീ നിർത്തിയാൽ ഞാനും നിർത്താം. ഓക്കെ, ഒരു പാട്ട് പാട്. പാട്ട് പാടൂ, ഒരു പാട്ട് പാടൂ. പാട്ട് പാടൂ. ആ, എനിക്ക് പാടാൻ പറ്റില്ല. അതെന്താ പാടാൻ പറ്റാത്തെ? പാടാൻ പറ്റില്ല. ശരി, എന്നാൽ ഒരു രസകരമായ ചെറിയ വരി തരാം. അങ്ങനെ വഴി. ജീവിതം എളുപ്പമല്ല, പക്ഷെ ചായ ഉണ്ടെങ്കിൽ ഓക്കേ. ഇതെങ്ങനെയുണ്ട്? എന്തോന്ന്? இல்ல புரியல. അത് ചായയും കൊണ്ടിരിക്കുക, അതവിടെ ചായയും കൊണ്ടിരിക്കട്ടെ. ഞാനാണെങ്കിൽ കുറെ നേരമായിട്ട് അരി വെന്തോ എന്ന് അറിയാൻ വേണ്ടി ചോദിക്കുക കുറെ നേരമുണ്ട്. ഇതിപ്പോ ചായയിലാ ചെന്ന് അവസാനിച്ചിരിക്കുന്നത്. എന്തായാലും അവിടെ ചായ തിളപ്പിച്ചോണ്ടിരിക്കട്ടെ, നമുക്ക് അരി കുറ്റാം. വീണ്ടിപ്പോന്ന് ചായ ഇല്ലെങ്കിൽ ദിവസമൊക്കെ അല്പം ബോറടിക്കും. ചായ ഉണ്ടെങ്കിൽ അല്പം ചിരി വരും. അങ്ങനെ നിനക്ക് ഈ ചായക്കകത്ത് ആരെങ്കിലും ഗുണോത്രം നന്നായിക്കുവാണോ? ഞാൻ ചോദിച്ചത് മറുപടി പറ. വേറെ എന്തെങ്കിലും ഹെൽപ്പ് വേണോ? ഒരു ഹെൽപ്പും വേണ്ട, ഞാൻ നിർത്തുക. നിർത്തുന്നു. ഓക്കെ, ബൈ. ഞാനാണെങ്കിൽ അരി വെന്തോ എന്ന് എങ്ങനാന്ന് ചോദിച്ചതാ പുള്ളിക്കാരിയോട്. അരി വേവുന്നതിൻ്റെ പാകമൊക്കെ ഒന്ന് ചോദിച്ചതാ. അത് ചെന്ന് അവസാനിച്ചത് ചായയിലാണ്.